വിമാനാപകടത്തിൽ മരിച്ച മലയാളി സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പോസ്റ്റ് ഇടുന്നു. വളരെ മോശം ഭാഷയിലൊക്കെയാണ് ആൾ സംസാരിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. വകുപ്പ് തല നടപടിയും വന്നിരിക്കുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്താവും? ഉടനെ അറസ്റ്റ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വൈദ്യപരിശോധനയ്ക്കായി പോകുന്നു എന്നൊക്കെയാണ് അല്പം മുമ്പ് അറിഞ്ഞത്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇപ്പോൾ സസ്പെൻഷൻ എന്നുള്ളത് പിരിച്ചുവിടലിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം അവിടുത്തെ ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇയാൾ മുൻപും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു വിമാനാപകടത്തിൽ മരിച്ച എല്ലാവരും വളരെ ദുഃഖത്തിൽ ആ ഒരു രഞ്ജിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുകുകയും ചെയ്യുന്ന സമയത്താണ് വളരെ മോശമായ അത് നമുക്കിതിൽ പറയാൻ പോലും പറ്റാത്ത വിധത്തിലൊരു പരാമർശമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഒരു വൈകൃതം അല്ലെങ്കിൽ ഇതൊരു പ്രത്യേകതരം രോഗമായിട്ട് തന്നെ കാണേണ്ടതുള്ളൂ. കാരണം ഇത്രയധികം വിഷമത്തിൽ എല്ലാവരും ഇരിക്കുന്നു. അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ സർക്കാർ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വീടൊന്നും വെക്കാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, സർക്കാർ ജോലിയിലെ ശമ്പളവും ലോണൊക്കെ എടുത്ത് അടയ്ക്കേണ്ടി വരുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നിനും തികയില്ല. ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവർ കൃത്യമായി അത് ലീവ് എടുത്തുകൊണ്ട് വിദേശത്ത് പോയി കുറച്ച് പൈസ ഉണ്ടാക്കി വീട് വയ്ക്കാനാണ്. അവർ വിവാഹമോചിതയാണ്. സ്വയം 2 കുട്ടികളെ വളർത്തേണ്ടതുണ്ട്. അച്ഛൻ മരിച്ചുപോയി. അമ്മ പ്രായാധിക്യവും രോഗവും ഉള്ളൊരു അമ്മയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, കുട്ടികളുടെ ഭാവി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ പോയത്. അത് ഓരോരുത്തരുടെയും അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളല്ലേ. അത് ഇയാൾ ഈ ഡെപ്യൂട്ടി തഹസിൽദാർ പോലുള്ള ഒരു പദവിയിലിരിക്കുന്ന സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടുക എന്ന് പറഞ്ഞാൽ അത് വെറും ലോക്കലായിട്ടുള്ള ആൾക്കാർ പോലും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടില്ല. മദ്യപിക്കുന്നവരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാർ പോലും ഇങ്ങനെ ഒരു കമൻറ്റൊന്നും ഇടുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, ശരിക്കും പിരിച്ചു വിടുക തന്നെ വേണം. കാരണം പിന്നെ അവനിത് ഓരോ പ്രാവശ്യം ഇത് എടുക്കുമ്പോൾ അവൻ്റെ കൈ വിറയ്ക്കണം ഇത് എഴുതാനായിട്ട്. അപ്പോൾ അതാണ് വേണ്ടുന്നത്. അത് ആർജവത്തോടു കൂടിയുള്ള നിലപാട് സർക്കാർ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഈ സ്ത്രീയെ പറ്റിയിട്ട് ഇയാൾക്ക് യാതൊന്നും അറിയില്ല, അവരെ പറ്റി പരിചയം പോലും കാണില്ല, എന്നിട്ടും ഇത്തരത്തിലാണ് ഇയാൾ അഭിപ്രായം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് വളരെ സ്വീകാര്യമായിട്ടുള്ള, അവരുടെ ഈ ബഹ്റിനിലാണ് അവർ ജോലി ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവർ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. എല്ലാവർക്കും അവരുടെ ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ളവർക്കൊക്കെ വലിയ കാര്യമാണ്. നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് യാതൊന്നും അറിയാതെ ഒരു അധിക്ഷേപ പരാമർശം നടത്തുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ല. അവരവരുടെ ഉപജീവനാർത്ഥം UK പോകുന്നു. അവിടേക്ക് പോകുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. അവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ചുമ്മാ അങ്ങ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ്. ഇതിനു മുൻപ് മന്ത്രി E ചന്ദ്രശേഖരനെതിരെയും ഈ വ്യക്തി മുമ്പ് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിലൊക്കെ വലിയ പരാമർശങ്ങളൊക്കെ ഉണ്ട്, ജാതീയമായ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് നായർ വിരുദ്ധതയാണ് പ്രധാനമായും ഇദ്ദേഹം പറയാറുള്ള കാര്യം. നായർ രീതിയിലുള്ള നായർ ജാതിയിൽപ്പെട്ടവരെയൊക്കെ അധിക്ഷേപിക്കുക സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഒരാളുടെ ജാതിയെ പറ്റി ചിന്തിക്കുക, അതിനെപ്പറ്റി പറയുക എന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ സ്ത്രീയെയും, അതായത് ഈ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയും ജാതി പറഞ്ഞൊക്കെ ഈ പറയുന്ന മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ. അവരെ മര്യാദയ്ക്ക് ഇയാൾ ഈ പറയുന്ന ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ആ പറയുന്ന താലൂക്കിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ റവന്യൂ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഒരു ശരിയായ രീതിയിലല്ലാത്ത സമീപനം എടുക്കുന്ന ആൾ അയാളുടെ ഓഫീസിൽ വരുന്നവരോട് എങ്ങനെയായിരിക്കും പെരുമാറുക? ആ ഓഫീസിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ജാതി വിരോധവും അങ്ങനത്തെ എന്തെങ്കിലും വൈകൃതങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ആൾക്കാരോട് പെരുമാറാറുണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. ഇയാളുടെ സർവീസ് റെക്കോർഡ് പരിശോധിക്കണം. ഓഫീസിലുള്ളവർ പറയുന്നത് ഇയാൾക്ക് ഇങ്ങനെയുള്ള ഒരു തരം പ്രത്യേക ഓഫീസിൽ അയാൾ പെരുമാറ്റത്തിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ ഇടപെടൽ ഇത്തരത്തിൽ തന്നെയാണ്. ജാതീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ ജാതീയ അധിക്ഷേപങ്ങൾ അത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NSSൻ്റെ ഒരു ഭാരവാഹി തന്നെയാണ് ഇയാൾക്കെതിരെ ആദ്യമായി പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിരന്തരം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസിലുള്ളവരും സഹപ്രവർത്തകരും പറയുന്നത് ഇയാൾക്ക് ഇത്തരത്തിലൊരു വൈകൃതം, ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രോഗമൊക്കെ ആയിരിക്കാം, അങ്ങനെയാണ് സഹപ്രവർത്തകർ പറയുന്നത്.
അതായത് ഇങ്ങനെ മനുഷ്യൻ ജാതി കൊണ്ടല്ല ചിന്തിക്കേണ്ടത്. അതിൻ്റെയൊക്കെ കാലഘട്ടമൊക്കെ എന്നോ അവസാനിച്ചു, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവസാനിക്കുന്ന കാര്യമാണ്. ജാതി എല്ലാം വിട്ടിട്ട് ഒരു തരത്തിലും അങ്ങനെ വേർതിരിവില്ലാതെ മനുഷ്യർ ഒന്നായി കഴിയുന്ന ഒരു സമൂഹത്തിൽ അത് ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴാണ്, ദേശീയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്, അത്തരത്തിലുള്ള അപകടം സംഭവിച്ചിരിക്കുമ്പോഴാണ് അവിടെ ജാതി പറയുന്നത്, ലൈംഗിക ചുവയോട് സംസാരിക്കുന്നത്, ലൈംഗിക വൈകൃതം പറയുന്നത്, ഇത്തരത്തിലുള്ള ദുഷിച്ച രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നത് അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. ഇതിനെയൊക്കെ ശക്തമായിട്ടുള്ള നടപടി, എനിക്ക് തോന്നുന്നു സസ്പെൻഷനും കേസെടുക്കലും അല്ല, ഇയാളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഈ പറയുന്ന കളക്ടർ നടപടി എടുത്തിട്ടുണ്ട്, അതിന് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജോലിയിൽ തുടരാനായിട്ട് യോഗ്യനല്ല. കാരണം നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സ്ഥാനത്തിനോടുള്ള ഉത്തരവാദിത്തം, അതിനോടുള്ള ഒരു ബഹുമാനം കൂടി പുലർത്തേണ്ടതുണ്ട്. അതായത് ഈ പറയും ഒരു, എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ സിനിമയിൽ പറഞ്ഞ ഡയലോഗാണെന്ന്, ഗ്രേറ്റ് പവേഴ്സ് കം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. തിരിച്ചും പറയാം, ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഗീവ്സ് ഗ്രേറ്റ് പവർ. നമ്മൾ വലിയ ഉത്തരവാദിത്വം എടുക്കുമ്പോഴാണ് നമുക്ക് വലിയ ശേഷി ഉണ്ടാകുന്നത്. നമ്മൾക്ക് വലിയ ശേഷി ഉണ്ടാകുമ്പോഴാണ് വലിയ വലിയ ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത്തരം കാര്യങ്ങളിൽ സമീപിക്കേണ്ടത്. അതിനെ മാതൃകയായിട്ട്, ഇല്ലെങ്കിൽ മാന്യതയോടുകൂടി തന്നെയാണ് ഈ പറയുന്ന ഓരോ ഉദ്യോഗസ്ഥരെന്നല്ല എല്ലാ വ്യക്തികളും പെരുമാറേണ്ടത്. അതിൽ പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള ഒരു ഡെക്കോറം അവരുടെ ലൈഫിലും പൊതു ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും പുലർത്താൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് സർക്കാർ, രാഷ്ട്രീയ, മത, ജാതി കാര്യങ്ങളെയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ അത് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെങ്കിൽ, ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകും. അത് സമൂഹത്തിലുണ്ടാക്കുന്ന, ഇപ്പോൾ തന്നെ ഇതൊരു ചർച്ചയായി മാറിയിരിക്കുന്നു, അത് സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിനെപ്പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും, അത് ഭിന്നിപ്പിൻ്റെ ഇടയാക്കും. ഈ സ്ത്രീയുടെ കുടുംബത്തിനെ, ഇപ്പോൾ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തിനെ അത് എത്രത്തോളം ബാധിക്കും. അവരുടെ മക്കളുണ്ട്, അവരിത് കേൾക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയുന്നതിന് മുമ്പ് പലകുറി ആലോചിക്കുകയും ഇങ്ങനെയുള്ള പരാമർശങ്ങളിലേക്കല്ല സഭ്യതയോടുകൂടിയും മാന്യതയോടുകൂടിയുമുള്ള പോസ്റ്റുകൾ ഇടാനൊക്കെ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പ്രിയൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അവർ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. നമുക്കറിയാം, ഓരോ ഫയലുകളും ഓരോ മുഖങ്ങളാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നത് എന്തിനാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ജോലിക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൻ്റെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിനായിരിക്കാം, അങ്ങനെ ഓരോ കരമടയ്ക്കാൻ, അങ്ങനെയൊക്കെ ഓരോ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അയാളുടെ ഒരു സമീപനം, അല്ലെങ്കിൽ അയാൾ ഒരു തരം വല്ലാത്ത സമീപനമാണെങ്കിൽ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് വല്ലാത്തൊരിതാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ സമൂഹത്തിന് മാതൃകയാകണം. അത്തരത്തിൽ മാതൃകയാകണമെന്നാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇയാളെ പിരിച്ചുവിടുന്നതിലൂടെ സമൂഹത്തിന് നൽകുന്നൊരു സന്ദേശം കൂടിയായിരിക്കണം സർക്കാരിൻ്റെ ഇടപെടൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.